ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു പോണ്ടിച്ചേരി ട്രിപ്പ് അടിക്കാൻ പോവാണ്. അപ്പോൾ കുറേ നാളായിട്ട് അന്നേരൊരു ആഗ്രഹമാണ് പോണ്ടിച്ചേരി പോകണമെന്ന്. എന്നാൽ ഒന്ന് സാക്ഷാത്കരിച്ചു കൊടുക്കാം എന്ന് ഞാനും കരുതി. അപ്പോൾ ടോണിയും റോസിയും പറഞ്ഞു ഞങ്ങളും അതെ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. കാറിൽ പോകാൻ ആകെ 2 ദിവസം മതി എന്നാണ് ടോണി പറയുന്നത്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. അതെ, എല്ലാം പെട്ടെന്ന്. ഈ വൈകുന്നേരം പോകുന്ന കാര്യം അപ്പന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തായാലും കുറ്റിയൊക്കെ തുറന്നപ്പോഴേക്കും ആൾ എഴുന്നേറ്റ് വന്നു. എനിക്ക് തിങ്കളാഴ്ച രാവിലെ തന്നെ ജോലിക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ തിരിക്കുന്നത്. താക്കണോ പൊക്കണോ എന്താ വേണ്ടേ? ഡ്രൈവർ വണ്ടി സ്ട്രൈറ്റ് വിട്. മൈക്രോളത്ര സുഖമില്ല. അയ്യോ, ഞാനെന്താ കാണിക്കണേ? പഠിച്ചിരുന്നത് സെറ്റ് ആയിക്കോളൂ. അല്ലാണ്ട് ഇൻഡിക്കേറ്റർ ഇഷ്ടംപോലെ ടോൾ വരുന്നുണ്ട്. അയ്യോ, അതെനിക്കറിയില്ല. അതറിയണ്ട, പുറത്തിറങ്ങി പോയി ടോൾ എടുത്ത് എനിക്കറിയില്ല. നമുക്ക് ഈ ചേർത്തലയുള്ള കറക്റ്റൊക്കെ ഉള്ളത്. നമുക്ക് ആ ട്രാവൽ ലോഞ്ചിൽ നിർത്തിയാലോ? ട്രാവൽ ലോഞ്ച് നമ്മൾ ഈ പാലക്കാട് പോണ വഴി നമ്മൾ കാണാറില്ലേ? ആ സ്ഥലം അല്ല. വാഷ്റൂം യൂസ് ചെയ്യാലോ. കൊറേ നേരമായില്ലേ നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ട്. റോസി, ഡ്രൈവർ ഞങ്ങൾ അവിടെ എത്തിക്കേണ്ടതാണ്. ട്രാവൽ ലോഞ്ച്. ഹലോ ഗൈസ്, അപ്പോ എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഇതേപോലെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാതെ ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ളത്. അതപ്പോ ആഗ്രഹം സാധിച്ചു തന്നത് ടോണിയും റോസിയാണ്. അവരാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പക്ഷെ ഉറങ്ങാൻ പറ്റുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. എന്നാലും അത്ര എന്റർടൈൻമെന്റ് അല്ലേ? അതെ അതെ, ഞങ്ങള് ഒരു ലോഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും ഞങ്ങള് ലൈവ് ഫുഡ് കഴിക്കാൻ പോവാണ്. അയ്യോ, അവര് പറഞ്ഞെടുക്കുന്ന കണ്ടപ്പോ തന്നെ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയില് കൊഴിഞ്ഞാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ട്രാവൽ ലോഞ്ച് ആരംഭിച്ചിരിക്കുന്നത്. ഈ ട്രാവൽ ലോഞ്ച് ആരംഭിച്ചിട്ട് 1-2 വർഷമായി. പുതിയൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഇടയിൽ എത്ര ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഇത് അടിപൊളിയൊരു കോൺസെപ്റ്റാണ്. ഇവിടെ നമുക്ക് ട്രാവലേഴ്സിന് വന്ന് റെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ പെട്ടെന്നൊരു ഷവർ എടുക്കണമെങ്കിലും അല്ലെങ്കിൽ വാഷ്റൂം, നല്ല വാഷ്റൂംസ് പോകുന്നതിൻ്റെ ഇടയിൽ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ നല്ലൊരു വാഷ്റൂം യൂസ് ചെയ്യണമെങ്കിലും ഒക്കെ ഇവിടെ വരാവുന്നതാണ്. ഇത് കൂടാതെ സ്ലീപ്പിംഗ് പോഡ്സ് ഉണ്ട് ഇവിടെ. പെട്ടെന്ന് നമുക്ക് നല്ല ഉറക്കം തൂങ്ങി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റൂമിൻ്റെ പൈസ ഒന്നും ചിലവ് ഇല്ലാതെ ഒരു ചെറിയൊരു പൈസയിൽ നമുക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ അങ്ങനെ മണിക്കൂർ എത്രയാണോ അതിനനുസരിച്ച് പൈസ കൊടുത്ത് ഒരു ട്രാവൽ പോഡല്ല, സ്ലീപ്പിംഗ് പോഡിൻ്റെ ഉള്ളിൽ ഉറങ്ങാവുന്നതാണ്. ഈ സ്ലീപ്പിംഗ് പോഡ് എന്ന് പറയുന്നത് നമുക്ക് നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ലീപ്പിംഗ് പോഡാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങാനായിട്ടും ഇത് സഹായിക്കും. അങ്ങനെ പെട്ടെന്നൊരു ചായയും പഴംപൊരിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. അടുത്ത ഡ്രൈവിംഗ് ടേണ് കിട്ടിയത് എനിക്കാണ്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണ് ഇനി കൃത്യസമയത്ത് ഇവരെ ബ്രേക്ക്ഫാസ്റ്റിന് കോയമ്പത്തൂർ എത്തിക്കുക എന്നുള്ളത്. ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്തായാലും നമ്മളെ കോയമ്പത്തൂരുള്ള RS പുരം ബ്രാഞ്ച്
അന്നപൂർണയെന്ന് തന്നെയായിരിക്കുന്നത്. കാരണം ഇതിൽ മുൻപ് ഞാനും അന്നയും കോയമ്പത്തൂർ ട്രിപ്പ് വന്നപ്പോൾ ഇവിടെ യാദർശികമായിട്ട് കയറാൻ ഇടയുണ്ടായി. അന്ന് ഞാൻ ഓർഡർ ചെയ്ത ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ഉണ്ടായിരുന്നു. അതിൽ ഇഡ്ഡലി, വട, പിന്നെ ദോശ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ കൂടിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അത് 160 രൂപയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അന്നും അതെ, ഇന്നും അതെ, 160 രൂപയാണ്. അന്നപൂർണയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ മെനുവിലുള്ള എല്ലാ സാധനങ്ങളും അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും RS പുരം ബ്രാഞ്ചിലുള്ള അന്നപൂർണ തന്നെ കണ്ടെത്തി അവിടെ നിന്ന് കഴിക്കാൻ ശ്രമിക്കും. നെക്സ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് സേലത്തുള്ള അൽഫൂസ റെസ്റ്റോറൻറ്റിലാണ്. ഇത് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ച സ്ഥലമാണ്, അല്ലാതെ മുന്നേ റിസർച്ച് ചെയ്ത് വെച്ചതൊന്നുമല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ നാട്ടുകോഴി ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അത് തന്നെ ഓർഡർ ചെയ്തു. ഈ ഗ്യാങ്ങിൽ ഞാനും അന്നയും ടോണിയും ഒരേപോലെയാണ്. ഞങ്ങൾക്ക് ഏത് ഫുഡുകളും ട്രൈ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷേ റോസി മാത്രം കുറച്ച് ട്രഡീഷണലാണ്. ആൾക്ക് കഴിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ഫുഡ് കഴിക്കാനാണ് താല്പര്യമുള്ളത്. ദിണ്ടിഗൽ ബിരിയാണി കുറച്ചും കൂടെ എരിവുണ്ടായിരുന്നു, കുറച്ചുകൂടെ സ്പൈസി ആയിരുന്നു. ഇപ്പൊ എരിവുണ്ട്, പക്ഷെ ആ സ്പൈസസ് കിട്ടില്ല. അടിപൊളി, സൂപ്പർ. എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്? കേരള ബിരിയാണി? എനിക്ക് തമിഴ്നാട് ബിരിയാണി ഇഷ്ടം. നല്ലായിരുന്നു. ഏകദേശം പോണ്ടിച്ചേരി എത്താറായപ്പോൾ ഞങ്ങൾ ഒരു പുൽമൈതാനം കണ്ടു. അവിടെ ഇഷ്ടം പോലെ ആടുകൾ മേഞ്ഞ് കിടക്കാണ്. ഈ സ്പോട്ട് കണ്ടപ്പോഴന്നെ ഞാൻ വണ്ടി നിർത്താൻ 300 ഏക്കർ മുതലാളി, ഇത് സെക്രട്ടറി മാനേജർ, സെക്രട്ടറി, പിയൂൺ. അപ്പോൾ ആടുകളുടെ ഷോട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫീൽഡിലോട്ട് ഇറങ്ങി. പക്ഷെ അവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, എൻ്റെ ഒരു വയർലെസ് മൈക്ക് അവരുടെ ഷർട്ടുമേൽ ആണ് ഇരിക്കുന്നത്. നല്ല റേഞ്ച് കിട്ടും. അവിടെ പോയിട്ട് തള്ളുമായിരിക്കും ഏക്കർ ഈ തോട്ടം ഞാൻ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞായിരിക്കും. തോട്ടം അല്ലേ? ഞങ്ങളെ തോട്ടം എന്നൊക്കെ പറയും. ഇപ്പൊ പോണ്ടിച്ചേരി പോണ വഴിയാണ്. പോണ്ടിച്ചേരി പോണ വഴി കുറെ ആടുകൾ ഇങ്ങനെ മേയുന്നത് കണ്ടു. അപ്പൊ ജസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. കറക്കും കേട്ടോ, എന്നാലും കറുത്തു മണി 4. അങ്ങനെ ഗൈസ്, ഞാൻ എക്സ്പ്ലോർ ചെയ്ത് റൂട്ട് കണ്ടുപിടിച്ച് എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നടക്കും. കപ്പിളിന്റെ പോസ്റ്റ് വെഡിങ് ഷൂട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് നേരം ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ലതായിട്ട് ദാഹിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് നല്ല മുസമ്പി ജ്യൂസ് ഫ്രഷ് ആയിട്ട് അടിച്ചു വാങ്ങാം എന്ന് വിചാരിച്ചു. ഇല്ല ജ്യൂസ് ഇത് സ്വീറ്റാ? ഷുഗർ ഒന്നും വേണ്ട. ഒരു ജ്യൂസ്, 2 ജ്യൂസ് കുടിച്ച് നോക്കില്ല. അത് ആദ്യം ഒരെണ്ണം കുടിച്ചപ്പുറം വീട്ടപ്പഴാണോ? ഒരു യൂട്യൂബ് ചാനൽ, യൂട്യൂബ് നിങ്ങളത് കുടിച്ചാൽ ഫ്രഷ് കുടിച്ചു പഠിക്കാൻ. നാരങ്ങ അല്ല വിഡിപ്പെണ്ണ, അത് അതും ഫ്രഷ് ആയിട്ട് വെള്ളം ചേർക്കാൻ തന്നാ പോരെ. ഇല്ല, മള
ഇത്രയും കഷ്ടപ്പെട്ട് പറയേണ്ട കാര്യം ഉണ്ടായി. അവർക്ക് മഴ എന്നാണ് മനസ്സിലാകത്തില്ല. അവർക്ക് മഴ തമിഴിലൊന്ന് മഴയാ, മഴ മഴ. പക്ഷെ അങ്ങനല്ല, ഇത് നമുക്ക് അങ്ങ് ലോക്കൽ തമിഴ്, അങ്ങ് മഴ, ഇങ്ങ മഴ. മേടിച്ചോണ്ട് പോവാ. എല്ലാം ലാ കൂട്ടി ചേർത്ത് പറഞ്ഞാ മതി. ലൈക്കാടില്ല. റോസിക്ക് ഇഷ്ടപ്പെടില്ല ഏട്ടാ, മധുരമില്ലല്ല. നല്ല ഇത്തിരി പുളിയുണ്ട്, ശങ്ക ടേസ്റ്റ്. പച്ചപ്പിടി 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 പച്ചപ്പിടി. അല്ല, അവര് അങ്ങനെ സിറപ്പായിരിക്കും. പഞ്ചായത്ത് ഫസ്റ്റ് ജ്യൂസാണ്. ഇനി വീട്ടിൽ നാരങ്ങ ഉണ്ടാക്കുമ്പോ വെള്ളം ചേർക്കരുത്, ഷുഗർ ചേർക്ക്. നാരങ്ങ പിഴിഞ്ഞ് ഞാൻ തരും കേട്ടാ. എനിക്കതാ ഇഷ്ടം. അതെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇത് വൈറ്റ് പോയിസൺ ആണ്. പഞ്ചസാര മഹാത്മാഗാന്ധി പറയുന്നത് വെള്ള. അല്ല, പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ഷുഗർ ഇല്ലാത്തതാ, പോമഗ്രാനറ്റ്. അത് ഇവിടെ കിട്ടും നമ്മുടെ ഈ അത് മിഡിൽ ഈസ്റ്റ്. എന്നിട്ട് അവരിങ്ങനെ പറയാം, നാച്ചുറൽ നാച്ചുറൽ കിട്ടും നമ്മുടെ നാച്ചുറൽ. അല്ല, അവര് പറയണം. ഹെൽത്ത് കോൺഷ്യസ് ആയ ടോണി മഹാത്മാഗാന്ധി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് വൈറ്റ് പോയ്സൺ എന്നൊക്കെ എന്തോ ഡയലോഗ് അലക്കിയപ്പോൾ നമുക്കൊന്നും അതറിയാത്തത് കൊണ്ട് നമ്മൾ തല കുലുക്കി സമ്മതിച്ചു. ഓക്കെ, സ്ട്രോ വേണ്ടേ? വേണ്ട, ഒരു സ്ട്രോ എടുത്തോ. ആണോ? ഒരു സ്ട്രോ. ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ജ്യൂസ് എപ്പടി ഇരിക്കും? നന്നായിട്ട്. നന്നായിരിക്കും. സ്വീറ്റ് ഇരിക്കണം. തമിഴ് വേണ്ട, മലയാളം. തമിഴ്നാട്ടിൽ വന്നാൽ തമിഴ് സംസാരിക്കണം. ടോണിയുടെ തമിഴും മലയാളം കൂടി കലർന്ന ഭാഷ കഴിഞ്ഞതിന് ശേഷം അന്നയും വിചാരിച്ചു കുറച്ചൊന്ന് തമിഴിൽ സംസാരിക്കാമെന്ന്. പക്ഷേ രണ്ടും നല്ല ബോറായതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിൽ സംസാരിച്ചാൽ മതി, അവർക്ക് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു. 80 രൂപ രണ്ടെണ്ണം. നമ്മൾ കേരളത്തിൽ നിന്നാണ് ആദ്യം ഡീസൽ അടിച്ചത്. അത് 95 രൂപയാണെങ്കിൽ ഇവിടെ പോണ്ടിച്ചേരിയിൽ ഏകദേശം 85 രൂപയെ വിലയുള്ളൂ. അതായത് 10 രൂപ കുറവ്. പോണ്ടിച്ചേരി എന്നല്ല ശരിക്കും പേര്, പുതുച്ചേരി. പുതിയ ചേരി. ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരി. ഇത് ഒരു പള്ളിയുണ്ട്. ഈ പള്ളി കയറ്റിക്കോ. ഫസ്റ്റ് സ്പോട്ട് പള്ളിയായിരുന്നു നമ്മുടെ. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ അടുത്ത് തന്നെ നടന്നു വരാം. അല്ല, വൈകുന്നേരം നടന്നു വരാം. പള്ളി പിന്നെ അവിടെ പോകാത്താണ്. 600 കിലോമീറ്ററുകൾ പോയതറിഞ്ഞില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൗണ്ടർ അടിച്ച് ഞങ്ങൾ സഞ്ചരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ ഏകദേശം നമ്മളുടെ ഹോട്ടലിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. തമിഴ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത്. മുൻപ് ഒരു തവണ ടോണിയും ഫ്രണ്ട്സും കൂടെ വന്നപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരാൻ കാരണം. നമ്മൾ പ്രീ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഹായ് ഗൈസ്, റൂം സെറ്റ് ആയിരിക്കുകയാണ്. ടോണിയുടെ ഇതായിട്ടുള്ള ഇടപെടൽ മൂലം ഞങ്ങൾക്ക് റൂം കിട്ടിയിരിക്കുകയാണ്. അവൾക്ക് ആ റൂം വേണമെന്ന് തരില്ലടി. അതിന്റെ രണ്ടും ഒരേ റൂം അല്ലേ? നീ ശരിക്കും കാണാൻ ചെയ്ത് അവിടെ ഉണ്ട്. അതെ,
രാജസ്ഥാനി ടൈൽസ് ഒട്ടിച്ച പാത്രം. മൊറോക്കൻ ടൈൽസ് ആണോ? അല്ല, മൊറോക്കൻ ടൈൽസ്. നമ്മുടെ റൂം അത് ഗംഭീരല്ലേ? മറ്റൊരു റൂമാണ് കാണാൻ പോകുന്നത് ഗൈസ്. Here we go. ഒരു ബ്രഹ്മാണ്ട അതെ, ബാഹുബലി പോലെ. ഇവിടെ കൂടുതൽ പള്ളിക്കാട്ടുണ്ട്. ആ ഡോർ ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ റെഡിയായി. ഇവര് രണ്ടുപേരും ഇറങ്ങിയിട്ടില്ല. ഇവര് രണ്ടുപേരും ഇറങ്ങിയിട്ടില്ല. എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ആ വീഡിയോ ആണോ തപ്പിക്കൊണ്ടിരിക്കുന്നത്? റോസ് ഏറ്റവും ലേറ്റ് കേട്ടോ. എല്ലാരും കാണട്ടെ. ഞങ്ങളൊക്കെ നേരത്തെ വന്ന് തുടങ്ങിയിട്ട് എത്ര നേരായി. ഭയങ്കര പഠിത്തത്തിലാണ്. ക്ലൗഡ് കിച്ചൺ, റെസ്റ്റോറൻറ്റ്സ്, കഫേ വെലുച്ചി, ധർമ്മ വിലാസ്, നല്ല തമ്പി മെസ്, സ്കൈ ഗാർഡൻ. ഫുഡ് കഴിക്കാം. കമോൺ, നമുക്ക് ബീച്ചിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം. ബീച്ചിലാണോ ഫുഡ്? അല്ല, ബീച്ചിൽ പോയിട്ട് പിന്നെ ഫുഡ് കഴിച്ച് കഫേലൊക്കെ പോയി ഡെസേർട്ടും കഴിച്ച് വാട്ടിങ് തിരിക്കാം. അങ്ങനെ നമ്മൾ ഒരു ഓട്ടോ എടുത്തിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് വന്നത്. ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. എന്നാലും നമ്മൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഒരു ഓട്ടോ എടുത്തിട്ടാണ് ഇവിടെ വന്നത്. ബീച്ചിൻ്റെ ഒരു വശം വരെ നമ്മളുടെ കാറ് വരുമെങ്കിലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ തന്നെ ആണ് കാറ് ഇട്ടിരിക്കുന്നത്. ഇവിടങ്ങളിൽ നമുക്ക് സ്കൂട്ടർ റെൻ്റ് ഔട്ട് ചെയ്തിട്ട് അത് ഓടിച്ച് നടക്കാം. ഗോവയിലുള്ള പോലെ തന്നെ പെർ ഡേ ചാർജസ് മാത്രം കൊടുത്ത് നമുക്ക് സ്കൂട്ടേഴ്സ് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. പോണ്ടിച്ചേരി വന്നാൽ എന്താണ് കാണാനുള്ളത് എന്ന് ചോദിച്ചാൽ ബീച്ചസ് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിയം ഒരെണ്ണം ഉണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും വൈബിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ കഫേസാണ്. കഫേസിൽ അടിപൊളി ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി ഫുഡ് നമുക്ക് കിട്ടും. ആ കാണുന്ന അതിന്റെ മുകളിലാണോ കഫേ? ഓക്കെ, എന്തായാലും ആട്ടെ, അതിന്റെ മേളിൽ നമ്മൾ പോകാം. അതുകൂടാതെ തന്നെ ഇഷ്ടം പോലെ ലിക്കറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാ കഫേസിലും ലിക്കേഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുടിക്കുന്ന ആൾക്കാർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിലക്കുറവിൽ മദ്യവും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് വന്നത് നമ്മളുടെ പ്രൊമിനേഡ് ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള പ്രൊമിനേഡ് കഫേയിലാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ കഫേസിലും ഇതുപോലെ നല്ല അടിപൊളി ഡെസേർട്സ് ഉണ്ടായിരിക്കും. ഡെസേർട്സ് തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്, പക്ഷേ അതിനൊത്ത ക്വാളിറ്റിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഡെസേർട്സ് ഒക്കെ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് മുകളിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. പക്ഷേ ഒരു റെസ്റ്റോ ബാറാണിത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിന്നിട്ടാണ് നമുക്ക് വേണ്ട ഒരു സ്പോട്ട് കിട്ടിയത്. അവിടെ ചെന്നിരുന്നു. പിന്നെയും അവിടെ ഭയങ്കര ലൈറ്റ് കുറവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ടേബിളിലേക്ക് മാറി. സാധനം വല്ലതും ഉണ്ടോ? ഇതൊക്കെ ഇതിന് ഷോ കാണിക്കാനുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോസിന് പറ്റുന്ന ഫുഡ് ഐറ്റംസ്.
ട്രാവൽ ചെയ്ത് വന്ന ആദ്യത്തെ ദിവസത്തെ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ കഫേയിലാണെങ്കിൽ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റാർട്ടേഴ്സ് പോലെ. പിന്നെ ബിയർ, വൈന് അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്ത് എവിടെയെങ്കിലും പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ യാദർശികമായിട്ട് ഈ ഫുഡ് സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ ഇടയായത്. പുറത്തൊക്കെ കാണുന്ന ആ ഒരു ഫുഡ് സ്ട്രീറ്റിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടെങ്കിൽ കൂടെ ഇവിടെ എന്തോ നമുക്ക് ക്ലീൻലിനെസ് അല്ലെങ്കിൽ ഹൈജീൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആ ഫുഡുകളും എന്തൊക്കെയാണ് ഐറ്റംസ് ഉണ്ടാക്കുന്നതും എന്നൊക്കെ പകർത്തിക്കൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെ നമ്മൾ ഫ്രഞ്ച് കോളനി കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചെറി പോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേ കണ്ടത്. ഒരു അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കഫേ. പ്രൈസസും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴും നല്ലൊരു ഓപ്ഷനാണെന്ന് തോന്നി. അപ്പം ഞങ്ങൾ അവിടെ കയറി. അവിടെ ഒരു സൈഡ് മൊത്തം ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു പാർട്ടി നടക്കുകയായിരുന്നു. അതിൻ്റെ ഒപ്പം ഒരു സൈഡ് നമുക്ക് നോർമലി അലാക്കാട്ട് മെനുവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ടോണിയും റോസിയും കൂടെ ഓർഡർ ചെയ്തൊരു സംഭവമായിരുന്നു ഫിഷ് ടിക്ക എന്ന് പറയുന്നത്. ഈ യെല്ലോ കളറിലിരിക്കുന്നത് ഫിഷ് ടിക്കയാണ്. അതിൻ്റെ കൂടെ ഞാൻ ഓർഡർ ചെയ്ത ഒരു ബഫലോ വിങ്സ് ഉണ്ടായിരുന്നു. ബഫലോ വിങ്സ് എസ്പെഷ്യലി ചിക്കൻ വിങ്സ് തന്നെയാണ്, പക്ഷേ അതൊരു ബഫലോ സോസ് എന്നാണ് പറയുന്നത്. അതൊരു ബാർബിക്യൂ സോസ് പോലത്തെ ഒരു സോസാണ്. അപ്പോൾ അതും ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കുംപാവ് ചിക്കനാണ്. കുംപാവ് ചിക്കൻ ഒരു തായ് ഡിഷാണ്, പക്ഷേ ഇത് പലയിടത്തും പല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഇരിക്കും എന്നറിയില്ല. അങ്ങനെ ഫിഷ് ടിക്ക എല്ലാവരും കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബട്ട് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മളുടെ ബാർബിക്യൂ ചിക്കൻ വിങ്സ് അല്ലെങ്കിൽ ബഫലോ വിങ്സ് ആണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് ഒരു രക്ഷയിലായിരുന്നു, അടിപൊളിയായിരുന്നു. ഇവരെല്ലാവരും സ്റ്റൈല് കാണിക്കാൻ വേണ്ടി സ്പൂണും ഫോർക്കൊക്കെ ഉപയോഗിച്ച് കഴിക്കുമ്പോൾ അവരെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ കുംപാവ് ചിക്കനും കുറച്ച് റൈസും കൂടെ വന്നു. ഒരുവിധം എല്ലാ ഫുഡ്സും ഇവരുടെ നല്ലതായിരുന്നു, എടുത്തു പറയാനുള്ള ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒരു ബാർബിക്യൂ ചിക്കൻ പിസ്സയും കൂടെ ഓർഡർ ചെയ്ത് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ ഡെസേർട്ട് ഓപ്ഷൻസ് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് നമ്മളുടെ പ്രോമെയ്ഡ് കഫേയിലേക്ക് പോയി. അവിടെ കണ്ടുവച്ച ഒരു എക്ലെയർ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എല്ലാവരും കൂടെ വയറ്റിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് തീരുമാനിച്ച് ഒരെണ്ണേ ഓർഡർ കൊടുത്തുള്ളൂ.